ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വിശുദ്ധ വലിയ നോമ്പിലൂടെ നാം കടന്നു പോകുകയാണല്ലോ. ഈ വിശുദ്ധ വലിയ നോമ്പിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ പഠിക്കാം. ഒന്നാമതായി യേശു സൗഖ്യം നൽകുന്നു. രണ്ടാമതായി വിശ്വാസവും കരുണയും. പ്രിയ കുഞ്ഞുങ്ങളെ, സുവിശേഷങ്ങളിൽ നാം കാണുന്നത് യേശു രോഗികൾക്ക് സൗഖ്യം നൽകുന്നതാണ്. അവൻ രോഗത്തെ മാത്രമല്ല ഹൃദയത്തെയും അവന്റെ വിശ്വാസത്തെയും നോക്കിക്കാണുന്നു. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി നമുക്കത് വിശദമായി പഠിക്കാം. കുഷ്ഠരോഗി, എല്ലാവരും അവനെ അകറ്റിയിരുന്നെങ്കിലും യേശു അവനെ സ്പർശിച്ചു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാക എന്ന് പറഞ്ഞ് സൗഖ്യം നൽകി. സുഹൃത്തുക്കൾ മേൽക്കൂര വഴി യേശുവിന്റെ മുമ്പിൽ എത്തിച്ച പക്ഷവാത രോഗി, സുഹൃത്തുക്കളുടെ വിശ്വാസം കണ്ട് യേശു അവനെ സൗഖ്യമാക്കി. മകളുടെ സൗഖ്യത്തിനായി യേശുവിന്റെ മുമ്പിലെത്തിയ സ്ത്രീ വിശ്വാസം നഷ്ടമാകാതെ അവൾ യേശുവിനെ സമീപിച്ചു. അവളുടെ വിശ്വാസത്തെ അംഗീകരിച്ചുകൊണ്ട് യേശു സൗഖ്യം നൽകി. കുഞ്ഞുങ്ങളെ, ഇവിടെ നാം രണ്ട് വലിയ പാഠങ്ങൾ പഠിക്കുന്നു. വിശ്വാസം, യേശുവിൽ പരിപൂർണമായ ആശ്രയം നമുക്ക് സൗഖ്യം നൽകുന്നു. മറ്റുള്ളവരുടെ കരുണ, മറ്റുള്ളവരുടെ വേദനയെ ഹൃദയത്തിൽ അനുഭവിച്ച് സഹായിക്കാൻ പഠിക്കാം. കുഞ്ഞുങ്ങളെ, നമ്മുടെ ശരീരത്തിന് രോഗമില്ലെങ്കിൽ തന്നെയും ഹൃദയത്തിൽ ഭയം, നിരാശ, പക, ദുഃഖം മൂലമുള്ള മുറിവുകൾ ഉണ്ടാകാം. യേശു അവയെക്കുറിച്ച് കരുണ കാണിക്കുന്നു. യേശുവിനെ സമീപിക്കുന്നവർക്ക് അവൻ സൗഖ്യം പകരുന്നു. കുഞ്ഞുങ്ങളെ, ഈ നോമ്പിൽ നമുക്ക് തീരുമാനിക്കാം, വിശ്വാസത്തോടെ യേശുവിനെ സമീപിക്കാം. മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ നമുക്ക് കരുണ കാണിക്കാം. പ്രാർത്ഥനയിലൂടെ സൗഖ്യവും സമാധാനവും നേടാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ വിശ്വാസം വളർത്തണമേ, കരുണയുള്ള ഹൃദയം നൽകണമേ, എന്നെയും മറ്റുള്ളവരെയും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ, പറയുക, ഇന്ന് ഞാൻ തീരുമാനിക്കുന്നു, വിശ്വാസത്തോടെ യേശുവിനെ സമീപിക്കും, കരുണയോടെ മറ്റുള്ളവരെ സഹായിക്കും. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.